ഇന്ന് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ ഫുഡിനെ കുറിച്ച് പഠിച്ചല്ലേ. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കണം. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. ഇനി ഇത് മാത്രമല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പൾസസ്, സെറിയൽസ്, അതുപോലെ മില്ലറ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. അപ്പൊ എല്ലാരും ഈ പേജ് ഒന്ന് എടുക്കോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ്സ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ? നിങ്ങളും ഓയിലിൽ കുക്ക് ചെയ്ത ആഹാരം കഴിക്കാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദേ, അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓയിലിൽ കുക്ക് ചെയ്യുന്ന ചില ഫുഡ് ഐറ്റംസ്? നമുക്കൊക്കെ ഇഷ്ടമാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ തന്നെ വീട്ടിലുണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഓയിലിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ചില ഫുഡ് ഐറ്റംസിന്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, സമൂസ, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? ഓയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്. നോക്കിക്കേ, ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഇവിടെ ഡോക്ടർ എന്താണ് അതിനെ പറ്റി പറയുന്നത് കണ്ടോ? ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗീവ്സ് us എനർജി ടു വർക്ക്. നമുക്ക് എഡിബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഓയിൽ ഇല്ലേ, അതായത് വെളിച്ചെണ്ണ, അതുപോലെ സൺഫ്ലവർ, ഇതിലൊക്കെ നമ്മൾ എഡിബിൾ ഓയിൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്? നമുക്ക് എനർജി. നമുക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പൊ നമുക്ക് എനർജി തരുന്നത് ഇതുപോലെ എഡിബിൾ ഓയിൽസിലെ അതിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് ആണ്. ഫാറ്റ് നമുക്ക് എന്ത് തരുന്നു? എനർജി നമുക്ക് തരുന്നുണ്ട്. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽസ് വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരുപാട് ഇത്തരം എണ്ണ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ, ആവശ്യത്തിലധികം ഒരുപാട് നമ്മൾ ഇതുപോലുള്ള ഓയിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫാറ്റ് കൂടും. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടും. ഫാറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദിസ് മേ ലീഡ് ടു വേരിയസ് ഡിസീസസ്. ഇത് ഒരുപാട് അസുഖങ്ങളിലേക്ക് കൊണ്ട് നമ്മളെ എത്തിക്കും. Therefore, eating fried food products should be reduced as much as possible. അതുകൊണ്ട് തന്നെ ഫ്രൈഡ് ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് അസുഖങ്ങൾ അത് കാരണം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വളരെ കുറയ്ക്കേണ്ടത് പ്രധാനമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടാ പോകുന്നത് അല്ലേ? വെള്ളം കൊണ്ടുപോകാറുണ്ട്. ആ വെള്ളം മുഴുവൻ നിങ്ങൾ കുടിക്കാറുണ്ടോ? അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോഴും എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇവിടെ ഒന്ന് എഴുതുക. നമ്മൾ എന്തുമാത്രം വെള്ളമാണ് കുടിക്കേണ്ടത്? ഈ ബോക്സിലേക്ക് വന്നേ. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. എത്ര മുതൽ? 6 തൊട്ട് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ വരെ ഒരു ദിവസം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കുടിക്കണം. ദിസ് മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വി ഡു. നമ്മളിപ്പം ചെയ്യുന്ന എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നില്ല. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നിപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ കായിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കളിക്കുകയോ ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ വരുന്ന ദിവസം നമുക്ക് ചിലപ്പോൾ ഒരുപാട് ദാഹിച്ചൊന്നും വരില്ല, അല്ലെങ്കിൽ നല്ല വെയിലൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒത്തിരി വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒത്തിരി ദാഹമൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അപ്പോഴും 6 to 8 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിക്കണം. എന്നാൽ ഇപ്പം ഇന്ന് വേറൊരു ദിവസം നിങ്ങൾ ഒരുപാട്, നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു, അപ്പൊ നിങ്ങൾ ഒരുപാട് ഓടുകയും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിങ്ങൾ
ഏർപ്പെട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ നന്നായിട്ട് ദാഹിക്കും. അപ്പൊ 8 ഗ്ലാസ് അല്ല, അതിനും കൂടുതൽ വെള്ളം നിങ്ങൾ കുടിച്ചേക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ഈ വെള്ളത്തിന്റെ അളവിന് മാറ്റം വന്നേക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്തും കൂടെ ഉൾപ്പെടുത്തണം? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് വന്നേ, നമുക്ക് വായിച്ചു നോക്കിയാലോ. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. നമുക്ക് ആരോഗ്യപരമായ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ക്വാളിറ്റി ഫുഡ്, നല്ല ആഹാരവും അതുപോലെ തന്നെ നല്ല ആഹാര ശീലങ്ങളും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ആഹാരശീലങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താ? നല്ല ആഹാരം, നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി ഫുഡ്, അതായത് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ആഹാരം, അത് കൃത്യമായ സമയത്ത് കൃത്യമായുള്ള അളവിൽ നമ്മളത് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഒരു വീക്കില് നിങ്ങൾ കഴിച്ച ആഹാരങ്ങളുടെ ഒരു ഫുഡ് ഐറ്റംസിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അതായത് എന്തെങ്കിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ, മാറ്റങ്ങൾ വരുത്തണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. മൈ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൽ നമ്മുടെ നെയിം എഴുതാനുണ്ട്, അതുപോലെ ക്ലാസ് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഡിവിഷൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ വെയിറ്റ്, ഹൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെയിം, ഇവിടെ ശ്രേയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഹെൽത്ത് കാർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നെയിം ശ്രേയ എസ്, ക്ലാസ് 3, ഡിവിഷൻ ബി, വെയിറ്റ് 25 kg, ഹൈറ്റ് 125 cm. ഇനി നോക്കിക്കേ, ഇതിൽ ഫസ്റ്റ് ഡേയിൽ മാത്രം, ഈ കുട്ടി ഫസ്റ്റ് ഡേയിൽ മാത്രം കഴിച്ചിട്ടുള്ള ഫുഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ സിറിയൽസ് ആൻഡ് ട്യൂബേഴ്സ് ഏതൊക്കെയാണ് കഴിച്ചത്? റൈസ് കഴിച്ചു, അതുപോലെ തന്നെ ടപ്പിയൊക്കെ കഴിച്ചു. ഇനി ഫസ്റ്റ് ഡേയിൽ കഴിച്ച പൾസസ് ഏതൊക്കെയാണ്? സോയാബീൻ മാത്രമേ കഴിച്ചുള്ളൂ. ഇനി ഫസ്റ്റ് ഡേയിൽ കഴിച്ച മിൽക്ക്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ്, ഇതിൽ ഫിഷും മിൽക്കും കഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂംഡ്. ഫസ്റ്റ് ഡേയിൽ എത്ര വെള്ളം കുടിച്ചുള്ളൂ? 2 ഗ്ലാസ് ഓഫ് വാട്ടർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫസ്റ്റ് ഡേയിൽ ക്യാരറ്റും ആപ്പിളും കഴിച്ചിട്ടുണ്ട്, വെജിറ്റബിളും ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സെക്കൻഡ് ഡേയിൽ നിങ്ങൾ കഴിച്ച സിറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്, പൾസസ്, മിൽക്ക്, ഫിഷ്, എഗ്, അതുപോലെ തന്നെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ 7 ഡേയ്സിൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കഴിച്ച സാധനങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, വാഷ്ഡ് ഹാൻഡ്സ് ആൻഡ് ഫേസ് തറോലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ആഹാരത്തിന് മുമ്പും ശേഷവും കൈയും മുഖവും വൃത്തിയായി നന്നായി കഴുകി. യെസ്, കഴുകിയിട്ടുണ്ട്. പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ഫിസിക്കൽ ആക്റ്റീവ് ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്. അതായത് ഗെയിംസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒരുപാടുള്ള ഗെയിംസ്. ഇപ്പൊ എന്താ, സ്കിപ്പിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓടിക്കളിക്കുക, ഇതൊക്കെ ഫിസിക്കൽ മൂവ്മെന്റ് ഇൻവോൾവ്മെന്റ് ഒരുപാട് ഉള്ളതാണ്. അങ്ങനെയുള്ള ഗെയിംസ് കളിച്ചിട്ടുണ്ട്. യെസ് കൊടുത്തിട്ടുണ്ട്. ഡിഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാന്റിംഗ് ആൻഡ് വാട്ടറിംഗ് വെജിറ്റബിൾസ്, അതായത് ചെടിക്ക് അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് നടുക, അതുപോലെ വെള്ളം ഒഴിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്തിനാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആ സാധനങ്ങൾ, അതായത് സിറിയൽസ്, ട്യൂബേഴ്സ്, പൾസസ്, മിൽക്ക്, ഫിഷ്, എഗ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വെള്ളം, വാട്ടർ നമുക്ക് വളരെ ആവശ്യമാണ്. ഈ സാധനങ്ങളൊക്കെ മതിയായിട്ടുള്ള അളവിലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങളെല്ലാം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഉറപ്പാക്കാൻ പറ്റും. ഇനി ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ഇനി വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? സാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ. സാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് സാലഡ് എന്ന് പറയുമ്പോൾ. എന്താ, നമ്മളിപ്പോ ഒരു ചോറ് വെക്കുക അല്ലെങ്കിൽ ഒരു കറി വെക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അത് കുക്ക് ചെയ്യണം, അല്ലെ പാചകം ചെയ്യണം. അതേസമയം സാലഡ് എന്ന് പറഞ്ഞാലോ, നമുക്കിവിടെ പാചകം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്കത്
പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ലീവ്സോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ കഴിക്കുന്നതിനെയാണ് അൺകുക്ക്ഡ് ഡിഷസ് എന്ന് പറയുന്നത്. കണ്ടോ, അൺകുക്ക്ഡ് ഡിഷസ് എന്ന് പറയുന്നത്. കുക്ക് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്, ഒരു ഡിഷാണ് സാലഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കാണാൻ പറ്റുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടല്ലേ. Now look at the picture of a salad and identify the food items in it. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഇതിലുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്? നിങ്ങളാണ് ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു സാലഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കും? റൈറ്റ് ഡൗൺ ദ റെസിപ്പി. അതിന്റെ റെസിപ്പി എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു സാലഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഇതിൽ എഴുതാനായിട്ട് പറ്റും. ഡ്രോ ദ പിക്ചർ ഓഫ് ദ സാലഡ് ആൻഡ് കളർ ഇറ്റ്. എന്നിട്ട് അതിന്റെ ഒരു പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? എങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റംസ് നമ്മുടെ ആരോഗ്യത്തിന് ബെനിഫിറ്റ് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡും കുക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുപോലുള്ള സാലഡും കഴിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? എന്താണ് പ്രത്യേകത? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? അതിലെ ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. ന്യൂട്രിയൻസ് ആവശ്യമാണ്, അതിനാണല്ലോ നമ്മൾ ആഹാരം കഴിക്കുന്നത്. ആ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതേസമയം സാലഡ് ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ കുക്ക് ചെയ്യാത്തത് കൊണ്ട് ആ ന്യൂട്രിയൻസ് ഒക്കെ ചൂടാക്കുന്നില്ല, അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇനി നോക്കിക്കേ, ക്ലാസിഫൈ ദ കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്. കുക്ക് ചെയ്യുന്നതും അൺകുക്ക്ഡും അതുപോലെ നമുക്ക് കുക്ക് ചെയ്തും കുക്ക് ചെയ്യാതെയും കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് പല ബോക്സിലാക്കി 3 ബോക്സ് ആയിട്ട് തിരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ കുക്ക്ഡ്. കുക്ക്ഡിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് റൈസ് വരും, പിന്നെന്താണ് മീറ്റ് അല്ലെ. മീറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ പൊട്ടറ്റോ, വീറ്റ്, യാം, ഇതൊക്കെ എന്താണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നവയാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കേണ്ടവയാണ്. ഇനി അൺകുക്ക്ഡ് നോക്കിക്കേ. അൺകുക്ക്ഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ചാമ്പയ്ക്ക, ജാവ ആപ്പിൾ എന്ന് പറയും, ചാമ്പയ്ക്ക, അതുപോലെ കുക്കുംബർ, ആപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ എന്താണ് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുന്നവയാണ്? നമുക്ക് കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റുന്നവയാണ് കേട്ടോ. ബനാന, ഗ്രേപ്സ്, ഇതൊക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്തും കഴിക്കാം, കുക്ക് ചെയ്യാതെയും കഴിക്കാം. അതിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്. ക്യാരറ്റ് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ കുക്കുംബർ, അത് റിപ്പീറ്റ് ആയിട്ട് വന്നതാണേ. കുക്കുംബർ, ക്യാബേജ്, ഒണിയൻ, ടൊമാറ്റോ, ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്തും കുക്ക് ചെയ്യാതെയും കഴിക്കാൻ പറ്റുന്നവയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്? നമ്മൾ ഏതാണ് ഒരുപാട് കഴിക്കുന്നത്? കുക്ക് ചെയ്തതാണോ കുക്ക് ചെയ്യാത്തതാണോ? മിക്കപ്പോഴും കുക്ക് ചെയ്യുന്നവയാണല്ലേ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? ഏത് സാധനമാണ് നമ്മൾ അത് അങ്ങനെ എങ്ങനെയാണോ അതായിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചയ്ക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നത്, കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആകാം അല്ലെ. നൗ വൈ ഡു വി കുക്ക് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? എന്തിനാണ് കുക്ക് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ ടേസ്റ്റ്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ രുചി കൂടും. പിന്നെ അടുത്ത എന്താണ്? കിൽസ് ഹാർംഫുൾ ബാക്ടീരിയ. ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തില് അണുക്കളൊക്കെ കാണും അല്ലെ, ബാക്ടീരിയ ഒക്കെ കാണും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? അതിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മേക്സ് ഡൈജഷൻ ഈസി. നമ്മുടെ ദഹനം കൂടുതൽ എളുപ്പമാക്കി തീർക്കും. വി ഹാവ് ലേൺ വാട്ട് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. ഡു യു നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ യുവർ ഡയറ്റ്? നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ ആരോഗ്യം കിട്ടും എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നിങ്ങളുടെ ഡയറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ ഇതൊക്കെ ഒന്ന് മാറ്റി ഈ സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ
ട്യൂബേഴ്സ് കഴിക്കണം, ഞാൻ ട്യൂബേഴ്സ് ഒന്നും കഴിക്കുന്നില്ല, ട്യൂബേഴ്സ് കഴിക്കണം, അല്ലെങ്കിൽ പൾസസ് ഞാൻ കഴിക്കുന്നില്ല, അത് കഴിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഒരു ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ നിങ്ങൾ എന്താണോ കഴിക്കുന്ന കുറവ് അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫുഡ് ഹാബിറ്റ്സ് ഇവിടെ കണ്ടോ, ഇതെന്താണ് ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? ഇതാരാണ്? ഒരു ടീത്ത് ആണ് അല്ലെ. ടീത്തിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടീത്ത് പറയുന്നുണ്ട്, മൈ മെയിൻ ജോബ് ഈസ് ടു ചൂ ഫുഡ്. ആഹാരം ചവച്ച് കഴിക്കല്ലേ, ആഹാരം ചവച്ചരയ്ക്കുക, ചൂ ചെയ്യുക, ചവയ്ക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. ഇതാര് പറയുന്നതാണ്? ടീത്ത് പറയുന്നതാണ്. അടുത്ത് നോക്കിക്കേ, ഡു വി ഈറ്റ് ഫുഡ് വെൽ ചൂഡ്? നിങ്ങൾ ആഹാരം നന്നായിട്ട് ചവച്ചരച്ചാണോ കഴിക്കാറുള്ളത്? ആണോ? നന്നായിട്ട് ചവച്ചരച്ചാണോ അതോ പെട്ടെന്ന് കഴിച്ചിട്ട് പോവുകയാണോ ചെയ്യുന്നത്? ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഒന്ന്, ഡൈജഷൻ ബിക്കംസ് ഈസി. നമ്മുടെ ദഹനം, നമ്മൾ ആഹാരം കഴിക്കുന്നത് ദഹിക്കണം അല്ലെ, നമ്മുടെ സ്റ്റൊമക്കിൽ പോയിട്ടത് ദഹിക്കണം. അപ്പൊ ആ ഡൈജഷൻ എന്താകും? കുറച്ചുകൂടി എളുപ്പമാകും, ഈസി ആകും. ഡിഫറെന്റ് ടേസ്റ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്. ഡിഫറെന്റ് ടേസ്റ്റ്, പല രുചികളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നന്നായിട്ട് ആഹാരം നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആഹാരത്തിലെ രുചികളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിക്കേ, റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. ഇത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് എഴുതാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്, നമ്മൾ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നത് അത് ഗുഡ് ആണോ? ഒരിക്കലും അല്ല അല്ലേ. അപ്പൊ നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടു. അടുത്തത്, ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. നമ്മൾ മീറ്റ്, ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് അതൊരു ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ. അപ്പൊ അത് നമ്മൾ ടിക്ക് കൊടുത്തു. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, നമ്മൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം ഉപയോഗിക്കുന്നത് അതും ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് ടിക്ക് കൊടുത്തു. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബിറ്റൺ ബൈ ക്രീച്ചേഴ്സ്, അതായത് എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ച ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാതിരിക്കുന്നത് അതൊരു ഗുഡ് ഹാബിറ്റ് ആണ് അല്ലെ. അങ്ങനെ കഴിക്കാൻ പാടില്ല, അതൊരു നല്ല ശീലമാണ് അങ്ങനെ കഴിക്കാതിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ടിക്ക് കൊടുത്തു. ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നത് അത് നല്ല ശീലമാണോ? അല്ല, അതുകൊണ്ട് അതിന് നമ്മൾ ക്രോസ് മാർക്ക് കൊടുത്തു. നോട്ട് ഹാവിംഗ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്, രാവിലെ സ്കൂളിലൊക്കെ പോകാൻ നല്ല തിരക്കായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് അത് ഒരു നല്ല കാര്യം അല്ല. അപ്പൊ അതിന് നമ്മൾ ക്രോസ് കൊടുത്തു. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ, കിച്ചൺ ഗാർഡൻ. കണ്ടോ, കിച്ചൺ ഗാർഡൻ, അടുക്കളത്തോട്ടം. നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ കിച്ചൺ ഗാർഡൻ? ഉണ്ടോ എല്ലാവർക്കും? ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നട്ടു വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു പ്രയോജനം എന്താ? ക്യാൻ ബി യൂസ്ഡ് ഫ്രഷ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കാൻ പറ്റും. ഇനി നോ പെസ്റ്റിസൈഡ്സ്, എന്തില്ല ഇതിലൊന്നും? എന്തില്ല? പെസ്റ്റിസൈഡ്സ് ഇല്ല എന്ന് പറയുമ്പോ എന്താണ്? വിഷമൊന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതല്ല, അതിൽ വിഷമുണ്ടോ? ഇല്ല. സേവ്സ് മണി, നമ്മുടെ പണം സേവ് ചെയ്യും. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി പച്ചക്കറി മേടിക്കുക അല്ലെ ഫ്രൂട്ട്സ് മേടിക്കാൻ പറയുമ്പോൾ നല്ല വിലയാവും അല്ലെ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലോ നമുക്ക് ആ ഒരു പണം ലാഭിക്കാൻ പറ്റും. ഗുഡ് ഫോർ അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ തന്നെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യും അല്ലെ. നെക്സ്റ്റ് നോക്കിക്കേ, പപ്പായ. നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവും പപ്പായ. പപ്പായ എന്താ പറയുന്നത്? വി ആർ യൂസ്ഡ് as both fruits and vegetables. ഞങ്ങളെ ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. when ripe we become food for many creatures. പപ്പായ പഴുത്ത് കഴിയുമ്പോൾ ഒരുപാട് ക്രീച്ചേഴ്സിന് അതൊരു ഫുഡാണല്ലേ. കിളികൾക്ക്, അതുപോലെ അണ്ണാന്, പക്ഷികളൊക്കെ വന്നത് കഴിക്കും. വി ആർ നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് ഇൻ ഡിഫറെന്റ് റീജിയൻ. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ, മിക്കപ്പോഴും വീടുകളിൽ കാണും പപ്പായ. നമുക്കത് പഴുത്ത് കഴിയുമ്പോൾ ഒരു ഫ്രൂട്ടായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും, നല്ല മധുരമാണ് അല്ലെ. ഇനി വെജിറ്റബിൾ ആവുന്ന എപ്പോഴാ? അത്
പച്ചയായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് തോരനൊക്കെ വെച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതൊരു വെജിറ്റബിൾ ആയിട്ടും ഉപയോഗിക്കും. വാട്ട് ഡു യു കോൾ അസ് ഇൻ യുവർ റീജിയൻ? നിങ്ങളുടെ സ്ഥലത്ത് എന്നെ എന്താണ് വിളിക്കുന്നത്? ഞാൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പല സ്ഥലത്തും പല പേരുകളാണ് അല്ലെ? പപ്പായ എന്ന് പറയും, ചിലയിടത്ത് കപ്ലങ്ങ എന്ന് പറയും, പിന്നെ ചില സ്ഥലങ്ങളിൽ ഓമയ്ക്ക എന്ന് പറയും, പിന്നെന്താണ് പപ്പാളി എന്ന് പറയല്ലേ, കർമൂസ, ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് ഇല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആർ ദെയർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തോ പപ്പായ ട്രീസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരെണ്ണം നട്ട് പിടിപ്പിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആർ ദെയർ എനി അതർ ഫ്രൂട്ട്സ് ലൈക്ക് ദിസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ സ്ഥലത്ത് ഇതുപോലെയുള്ള കോമൺ ആയിട്ട് നമ്മൾ പൊതുവായിട്ട് കാണുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് വേറെ ഏതൊക്കെയാണുള്ളത്? നമുക്കറിയാം ചക്കയുണ്ടല്ലേ, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ഇതവിടെ എഴുതിയിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. പിന്നെന്താണ് റംബൂട്ടാൻ, ഇതാ റംബൂട്ടാൻ ഉണ്ടല്ലേ, റംബൂട്ടാൻ ഉണ്ട്. പിന്നെന്താണ് ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ബനാന, ഗോവ, ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അല്ലെ? അടുത്ത് നോക്കിക്കേ, സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ, സ്കൂളിലെ പച്ചക്കറി തോട്ടം. ഇവിടെ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത്? കുട്ടികൾ എന്താ ചെയ്യുന്നത്? സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്ന പിക്ചർ ആണല്ലേ കാണുന്നത്. അവര് അതിട്ടു, വിത്തൊക്കെ ഇട്ട് അതിനെ നട്ട് നനച്ച് വളർന്നു വന്ന ഒരു കുറെ പിക്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിലും വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടോ? സ്കൂളിൽ വാട്ട് ഓൾ ഐറ്റംസ് ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ? നിങ്ങളുടെ സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഡസ് യുവർ ഗാർഡൻ ഹാവ് ദ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നെസസറി ഫോർ ഹെൽത്തി ലിവിങ്? നിങ്ങളുടെ ഗാർഡനിൽ നമുക്കൊരു ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ലഭിക്കുമോ? ഇവിടെ പൾസസ്, ട്യൂബേഴ്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഗാർഡനിൽ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഏതൊക്കെ ഇനി ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങളുടെ ഗാർഡൻ, നിങ്ങളുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ പോയി നിരീക്ഷിക്കുക. എന്നിട്ട് അവിടെയുള്ള പൾസസ് ഏതൊക്കെയാണ്, ട്യൂബേഴ്സ് ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതാം. ഇനി ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. Let's observe and find out. Does the vegetable garden benefit only us? നമ്മൾ മാത്രമാണോ വെജിറ്റബിൾ ഗാർഡൻ, നമുക്ക് മാത്രമാണോ പ്രയോജനം കിട്ടുന്നത്? ഈ പിക്ചറിലേക്ക് നോക്കിക്കേ, ഇവിടെ ഒരു ബേർഡ് എന്താ പറയുന്നത്? ഐ ഓൾസോ ഈറ്റ് ദ പെസ്റ്റ് ഇൻ ദ ഫാംസ്. അതായത് ഫാംസിലുള്ള പെസ്റ്റുകളെ ഒക്കെ ഞാൻ കഴിക്കാറുണ്ടെന്ന് ഈ ബേർഡ് പറയുകയാണ്. വേറെ എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് നമ്മുടെ ഗാർഡനിൽ വരുന്നത്? അവ പെസ്റ്റിനെ മാത്രമാണോ പിടിക്കുന്നത്? അല്ലല്ലേ. നമ്മളിപ്പോ നേരത്തെ പപ്പായയുടെ കാര്യം പറഞ്ഞു. പപ്പായ പഴുത്ത് കഴിയുമ്പോൾ അത് കഴിയാനായിട്ട് ബേർഡ്സും അതുപോലെ തന്നെ ബേർഡ്സ് ഒക്കെ, അണ്ണാനും ഒക്കെ വരാറുണ്ടല്ലേ, ആനിമൽസും ബേർഡ്സും ഒക്കെ വരാറുണ്ട്. അതുപോലെ വേറെ എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് നമ്മുടെ ഗാർഡനിൽ വരുന്നത്? ഹണി ബി വരും അല്ലേ? വേറെ എന്ത് വരും? ഹണി ബി വരും. നമുക്ക് ഇവിടെ എഴുതാം, ഹണി ബി വരും അല്ലേ, ഹണി ബി വരും. അതുപോലെ ഒരുപാട് ക്രീച്ചേഴ്സ് ഇതുപോലെ വരും നമ്മുടെ ഗാർഡനിൽ. പാരറ്റ്സ് വരും, സ്ക്യൂറൽസ് വരും. ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. അടുത്ത് നോക്കിക്കേ, ആർ ദെയർ ക്രീച്ചേഴ്സ് ഹു കം ടു ഈറ്റ് ദ ക്രോപ്പ്? ഈ ക്രോപ്പ് കഴിക്കാൻ വേണ്ടി വരുന്നതിന്റെ അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്യൂറൽസിനെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാരറ്റ്സ്, ഇതിന്റെയൊക്കെ പേര് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒരു കോൺവെർസേഷൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള സംഭാഷണം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും അവർ കണ്ടുമുട്ടും, അവരെന്തൊക്കെയായിരിക്കും അവിടെ വെച്ച് പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എഴുതുക. ഹാവ് യു നോട്ടീസ്ഡ് ദ ചില്ലീസ് ആൻഡ് പപ്പായ സ്പ്രൗട്ടിംഗ് അപ്പ് ഇൻ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് പ്ലാന്റിംഗ് ദം? ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? എങ്ങനെയായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുളക് അതുപോലെ പപ്പായ ഒക്കെ നമ്മൾ നടാതെ തന്നെ ചിലപ്പോൾ അത് വളർന്നു വരാറുണ്ടല്ലോ. അത് എങ്ങനെയായിരിക്കും? കാരണം ഇതുപോലുള്ള ജീവികൾ, ക്രീച്ചേഴ്സ്, എവിടെ എഴുതിയേക്കുന്നുണ്ടോ? ക്രീച്ചേഴ്സ് പ്ലേ എ റോൾ ഇൻ പെസ്റ്റ് കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പോസൽ. അതായത് ഇപ്പം ഒരു പപ്പായ പഴുത്തു, അതൊരു ബേർഡ് വന്ന് കഴിച്ചിട്ട് ഈ സീഡ് ചിലപ്പം എവിടെയെങ്കിലും കൊണ്ട് ഇടും. അപ്പൊ എന്ത് സംഭവിക്കും? അത് അവിടെ കിടന്ന് വളരും അല്ലെ? അപ്പൊ ഇതുപോലെ ക്രീച്ചേഴ്സ്, ബേർഡ്സ്, ആനിമൽസ് ആയിക്കോട്ടെ, ഇതുപോലുള്ള ക്രീച്ചേഴ്സ് ഒക്കെ ഈ ചെടികൾ വളരാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, പെസ്റ്റ് കൺട്രോൾ. അതായത് കണ്ടോ, അപ്പൊ ഇവിടെ ഗാർഡനിൽ വന്ന ഒരു പുഴുവിനെ എന്ത് ചെയ്തു? ഈ ബേർഡ് പിടിച്ചു. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇതുപോലുള്ള പെസ്റ്റുകളെ
കൺട്രോൾ ചെയ്യാനും ഈ ക്രീച്ചേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലെറ്റസ് അസസ് എന്നുള്ളത് നോക്കിക്കേ. അത് നമ്മളോട് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ, ഡ്രോ എ ഹ്യൂമൻ ഫിഗർ ബൈ ഇൻക്ലൂഡിംഗ് സ്യൂട്ടബിൾ ഫുഡ് ഐറ്റംസ് ആസ് ബോഡി പാർട്സ്, റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിഗർ. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ ഒരു പിക്ചറിൽ നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ കണ്ടു, ഒരു പൈനാപ്പിൾ ഒക്കെ വെച്ചൊരു ബേർഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, അതുപോലെ ഒരു ബോഡി പാർട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഹ്യൂമൻ ഫിഗർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലുക്ക് അറ്റ് ദ ബർഗർ പ്രിപ്പയർഡ് ബൈ മിത്ര, വാട്ട് ഫുഡ് ഐറ്റംസ് ഡസ് ഇറ്റ് കണ്ടെയ്ൻ. ഇവിടെ മിത്ര പ്രിപ്പയർ ചെയ്തൊരു ബർഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും? ഒരു ബർഗറിന്റെ അകത്ത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വരും? പല ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് വരും അല്ലേ. മീറ്റ് വരും, അതുപോലെ ക്യാരറ്റ്, കുക്കുംബർ, ഓണിയൻ, ടൊമാറ്റോ ഒക്കെ വരും. ഡു യു തിങ്ക് ദ ബർഗർ ഇസ് ഹെൽത്തി? ബർഗർ ഹെൽത്തി ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹെൽത്തി ആണല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയുന്നത്? കാരണം ബർഗർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതുപോലെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലേ, അൺകുക്ക്ഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അതിൽ ഉണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, ഓണിയൻ, ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇവയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അഡൾട്രേഷൻ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അതില് കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അല്ലാതെ ഇതുപോലുള്ള അൺകുക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ മായം ചേർത്തിട്ടുള്ള ആഹാരം ആണ് അതിൽ വരുന്നതെങ്കിൽ നമ്മൾ അത് കഴിക്കാനായിട്ട് പാടില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പൊ ഇതുപോലെ വെജിറ്റബിൾസും അൺകുക്ക്ഡ് അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താ? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിട്ടുണ്ട്. ട്യൂബർ, പൾസസ്, എഗ്, മില്ലറ്റ്സ്, എഡിബിൾ ഓയിൽ. ഇത് കൊടുത്തിട്ടുണ്ട്. മാച്ച് ചെയ്യാനായിട്ടാണ്. ട്യൂബർ ഏതാണ്? ട്യൂബറിൽ വരുന്നത് ഇവിടെ പ്രോട്ടീൻ, ഫാറ്റ്, ടാരോ, ബാർലി, ലിറ്റിൽ മില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിനടിയിൽ ഉണ്ടാവുന്നവയാണ് നമ്മൾ ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. ഇതിലേതാണ് ട്യൂബറിന് എക്സാമ്പിള്? ടാരോ ആണ് കേട്ടോ. ടാരോ ആണ് ഈ ട്യൂബറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത് പൾസസിന് ഏതാണ് എക്സാമ്പിള്? ബാർലി. എഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ തരും. മില്ലറ്റ്സ് എക്സാമ്പിൾ ലിറ്റിൽ മില്ലറ്റ്. എഡിബിൾ ഓയിൽ നമുക്ക് എന്ത് തരും? ഫാറ്റ് തരും. ഫോർത്ത് വൺ നോക്കിക്കേ, ഹാവിങ് യു സീൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ. ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതില് ഫുഡ് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കുക്ക് ചെയ്യുന്നവ റെഡ് കളറിലും അൺകുക്ക് ആയിട്ട് കഴിക്കുന്നവയെ ഗ്രീൻ കളറിലും, കുക്ക് അല്ലെങ്കിൽ അൺകുക്ക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നവയെ യെല്ലോ കളറിലും കൊടുക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടപ്പിയോക്കയാണ്. ടപ്പിയോക്ക എങ്ങനെയാണ്? നമുക്കത് കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റും. അത് നമുക്ക് യെല്ലോ കളർ ഇതാ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഒനിയൻ നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാം, കുക്ക് ചെയ്യാതെയും കഴിക്കാം. അവയ്ക്കും യെല്ലോ കളർ കൊടുത്തു. യാം എങ്ങനെയാണ്? നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്, ട്യൂബർ ആണ്, അതിന് റെഡ് കളർ കൊടുത്തു. റൈസും കുക്ക് ചെയ്ത് കഴിക്കേണ്ടതാണ്, അതുകൊണ്ട് അതിനും റെഡ് കളർ കൊടുത്തു. ഗ്രേപ്സ് ഒരു ഫ്രൂട്ട് ആണല്ലേ, നമുക്ക് അൺകുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും, അതിന് ഗ്രീൻ കളർ കൊടുത്തു. ഗോവയും അതുപോലെ തന്നെ. പപ്പായ നമുക്ക് കുക്ക് ചെയ്തോ കുക്ക് ചെയ്യാതെയോ കഴിക്കാൻ പറ്റും അല്ലെ. അത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം. അത് പഴുത്തില്ലെങ്കിൽ നമുക്ക് അതിനെ കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പൊ അതിന് യെല്ലോ കളർ കൊടുത്തു. ചിക്കൻ അതെന്താണ്? റെഡ് കളർ കൊടുത്തു, അത് നമുക്ക് കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. മാംഗോ ഫ്രൂട്ട് ആണ്, അൺകുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും, ഗ്രീൻ കളർ കൊടുത്തു. കോൺ എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്തോ കുക്ക് ചെയ്യാതെയോ കഴിക്കാൻ പറ്റും, അതിന് യെല്ലോ കളർ കൊടുത്തു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഒരു ആക്ടിവിറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. വെജിറ്റബിൾ ഗാർഡനിൽ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരു 5 എണ്ണമെങ്കിലും മാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് എഴുതാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് സോയില് നമ്മുടെ ഗ്രോ ബാഗ്സിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് നടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നതും ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള നിങ്ങളുടെ അവിടെ ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ഡിഷ്, ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്കൂൾ ഫുഡ് ഫെസ്റ്റിവലിൽ എക്സിബിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.